ശശി തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താനിരുന്ന മാർച്ചിന് വിലക്കേർപ്പെടുത്തി കെപിസിസി. രാവിലെ തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ച് പരിപാടി മാറ്റിവെക്കാൻ കെ സുധാകരൻ ആവശ്യപ്പെടുകയായിരുന്നു. പരിപാടി നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് അബിൻ വർക്കിക്ക് കെപിസിസി നിർദ്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത്. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, എന്താണിപ്പോൾ യൂത്ത് കോൺഗ്രസിനോട് മാർച്ച് വിലക്കാനുള്ള ഒരു കാരണമായി കെപിസിസി മുന്നോട്ട് വെക്കുന്നത്? ശ്രുതി, ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശശി തരൂരിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങണം എന്ന ചർച്ച തുടങ്ങുന്നത്. ഭൂരിഭാഗം നേതാക്കളും അങ്ങനെ ഒരു പ്രതിഷേധം നടത്തണം, ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടക്കണം എന്ന നിലപാടുള്ളവരായിരുന്നു. അങ്ങനെ മാർച്ച് നടത്താൻ ഇന്നലെ രാത്രി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. പുളിമൂട്ടിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് എത്താൻ പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി. ഒപ്പം ശശി തരൂർ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ്, CPM നരഭോജികളെന്ന് CPMനെ വിശേഷിപ്പിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് പിൻവലിച്ചത്. ആ വാക്ക് വെച്ച് തന്നെ ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോഴുള്ള ഫ്ലെക്സും ബോർഡുകളുമൊക്കെ തയ്യാറാക്കി വെക്കുകയും ചെയ്തു. രാവിലെ 11:30 മാർച്ച് തുടങ്ങാനായിരുന്നു ആലോചന. ഇത് KPCC നേതൃത്വം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാർച്ച് നടത്തരുത് എന്ന നിർദ്ദേശം നൽകി. ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടികളിലേക്ക് KPCC പോകും എന്ന കാര്യവും പറഞ്ഞു. ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ ചുമതല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിക്കാണ്. അബിൻ വർക്കിക്കും M. ലിജു, KPCCയുടെ സംഘടനകാര്യ ജനറൽ സെക്രട്ടറി M. ലിജു വിളിച്ച് പരിപാടി നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. അതോടുകൂടി പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രധാനമായും പറയുന്നത്, ഇനി ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിരുദ്ധ നിലപാട് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ പൊതുവായ പരസ്യ പരിപാടി, ഒപ്പം ശശി തരൂരിനെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് പരസ്യമായി കടക്കും. അതെന്ത് നടപടി ഉണ്ടെങ്കിലും കടക്കും. അക്കാര്യം KPCC നേതൃത്വത്തെ അറിയിക്കണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെയും മറ്റും അറിയിച്ചത്. അതനുസരിച്ച് ഇനി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ശശി തരൂർ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകാമെന്ന് KPCC പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിപാടിയിൽ നിന്ന് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പിന്നോട്ട് പോയത്.